ഹലോ. കർക്കിടക മാസമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യം ഒരു ദുർഘടം പിടിച്ച അവസ്ഥയാണ് ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നല്ല രീതിയിൽ ആവട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുകയാണ്, ഒപ്പം നിങ്ങളി കേട്ടോ. അപ്പോൾ അധികം ദിവസമൊന്നും ആയിട്ടില്ല കർക്കിടകം തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു മാസം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 1-ാം തീയതി ആരെങ്കിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-ാം തീയതി നോക്കാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചില വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലയെന്നും ഉണ്ടെന്നൊക്കെ പറയാം കേട്ടോ. നമുക്ക് നല്ലത് വരികയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കില്ല ആരാണ് 1-ാം തീയതി കയറിയെന്നുള്ളത് കേട്ടോ. അല്ല 1-ാം തീയതി കയറിയിട്ട് മോശപ്പെട്ട മാസമാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം 1-ാം തീയതി ആരാണ് കയറി, ഇനി അടുത്ത പ്രാവശ്യം ആളെ കയറ്റാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ ഉണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം കുളിച്ച് അടുക്കളയിൽ കയറി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിക്കണ പരിപാടി എനിക്കങ്ങനെ ശീലമുള്ളതൊന്നുമല്ല, എന്നാലും നല്ല ദിവസം അല്ലേ എന്ന് വെച്ചിട്ട് വേഗം തന്നെ കുളിച്ചു. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ കുളിക്കാറ്. അല്ലെങ്കിൽ കുളിച്ചിട്ട് പിന്നെ പണികൾ എടുക്കാമെന്ന് പറയുമ്പോൾ പിന്നെ വേർപ്പും ഇതൊക്കെ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ വേഗം തന്നെ പണികൾ കഴിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ കുളിക്കാമല്ലോ. അപ്പോൾ വിചാരിച്ച് വേഗം പണികളൊക്കെ തീർക്കൂട്ടാ. അപ്പോൾ രാവിലെ തന്നെ പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. പുട്ടും കടലും എൻ്റെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അത് വേഗം പണി കഴിയും. അപ്പോഴേക്കും ചേട്ടനും അവനും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റാത്ത കാരണം ഞാൻ പോയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അമ്പലത്തിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അവർ വന്നതിന് ശേഷം മുക്കുറ്റിയൊക്കെ പറിക്കാൻ പോയി. ഇനി 7 ദിവസം അങ്ങോട്ട് മുക്കുറ്റിക്കുറിയൊക്കെ തൊടുമല്ലോ, അതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ അറിയണവരൊന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇനി മുക്കുറ്റിയൊക്കെ പറിച്ച് ഇനി എല്ലാവർക്കും പോയിട്ട് തൊട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.